പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി CPM-ന്റെ സമുന്നതനായ നേതാവിന് 2 മക്കളാണുള്ളത്. വീണ ടിയും, അതായത് വീണ തൈക്കണ്ടി സ്ഥലപ്പേരാണ്. വീണ ടിയും വീണ വിജയൻ എന്ന് പറയാം. പിന്നെ മകൻ വിദേശത്താണ്, ദുബായിലാണ്, ബിസിനസ്സുമായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ വീണ വിജയൻ എന്ന് പറയുന്നത് IT പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ബിടെക് IT പഠിച്ചിട്ടുള്ള ആളാണ്, വ്യക്തിയാണ്. അവർ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ആ കമ്പനി ബാംഗ്ലൂരിലാണ് കമ്പനി ഉള്ളത്. 2016 മുതൽ 2021 വരെ CMRL എന്ന് പറയുന്ന കരിമണൽ ഖനനം ചെയ്ത് കൊടുക്കുന്ന കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIO അന്വേഷണ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 2.7 കോടി രൂപ വീണയ്ക്കും നേരിട്ടും 71 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. എന്താണ് ഈ വിഷയത്തിൻ്റെ ഒരു പിന്നാമ്പുറം? എല്ലാവരും ഇങ്ങനെ പറയുന്നു, പിണറായി വിജയൻ്റെ അഴിമതി, എക്സാലോജിക്ക്, കരിമണൽ ഖനനം, കർത്ത എന്നൊക്കെ പറയുന്നില്ല. എന്താണ് കഥ? എന്താണ് ഇതിനകത്തുള്ളത്? 2014-15 കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കമ്പനി ആര് രജിസ്റ്റർ ചെയ്യുന്നു? വീണ വിജയൻ രജിസ്റ്റർ ചെയ്യുന്നു. അത് 2014-15 തുടങ്ങിയെങ്കിലും അങ്ങനെ എളുപ്പമല്ല. ബാംഗ്ലൂരിൽ പോയി പെട്ടെന്നൊരു കമ്പനിയൊക്കെ തുടങ്ങി 1 ലക്ഷം രൂപയുടെ കമ്പനിക്കൊന്നും അങ്ങനെ രക്ഷപ്പെട്ട് വരാൻ എളുപ്പമല്ല. അല്ലെങ്കിൽ അത്രമാത്രം വർക്ക് കിട്ടണം. 21-22 ആയപ്പോഴേക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കമ്പനി പോയി. അങ്ങനെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയപ്പോഴാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടിയിട്ടുള്ള ഇൻമഗ് ആയിരുന്നു കമ്പനിയുടെ പ്രധാന സോഫ്റ്റ്വെയർ. ഇമ്മഗ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരുന്നു. അത് സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ്. എന്നാൽ 2017-19 കാലയളവിൽ വീണയുടെ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് കരിമണൽ കമ്പനിയായി മാറി. സംഭവം വളരെ ലളിതമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കതെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് അവർ 1 ലക്ഷം രൂപ കൊടുത്ത് കമ്പനി തുടങ്ങി. കമ്പനി കുട്ടികൾക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടായിക്കൊണ്ട് നടന്നു. അത് നഷ്ടത്തിൽ പോയി. അപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്ത്, മോളെ ഇങ്ങനെ കരിമണൽ കർത്തയ്ക്ക് ഒരു കമ്പനിയുണ്ട്, അവരെ കമ്പനിയായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് അവർക്ക് ചെറിയ സോഫ്റ്റ്വെയർ അതും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടും. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ സഹായിക്കുന്നു, ചിലപ്പോൾ അച്ഛൻ്റെ സ്വാധീനം കിട്ടുവാണെങ്കിൽ അല്ലെ അച്ഛൻ്റെ ആഫീസിൻ്റെ ആര് സ്വാധീനത്തിൽ കരിമണൽ കർത്തയുമായിട്ട് കമ്പനി ആവുന്നു. അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഈ കമ്പനി ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയതാണോ? എന്തായാലും ഒരു ടൈപ്പ് അവിടെ വരുന്നു. 17-19 വീണയുടെ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് കരിമണൽ കമ്പനിയായിരുന്ന CMRL ആയിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KSIDCക്ക് 13.41% ഓഹരിയുള്ള സ്ഥാപനമായ CMRL നിന്നാണ് പണമിടപാട് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണ സംഘം നടത്തിയ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. CMRL ഡയറക്ടറായ ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ കൊടുത്തു. അത് നല്ല രസമാണ് കേട്ടോ. ഇതിനു പുറമെ പ്രതിമാസം 3 ലക്ഷം രൂപ വെച്ച് സർവീസ് ലെവൽ കരാർ പ്രകാരം എക്സാലോജിക്കിനും 2017 മാർച്ച് 2 നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലത്തിൽ CMRLന്റെ IT കൺസൾട്ടൻ്റായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ കർത്തയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കർത്ത കണ്ട ബിസിനസ്. ഈ കൊടുക്കുന്ന 50 ലക്ഷമോ വായ്പ കൊടുത്ത 50 ലക്ഷമോ അല്ലെങ്കിൽ വീണ വിജയന് 5 ലക്ഷം രൂപയ്ക്ക് വച്ചതോ ഒന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചും മറ്റേ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമ കാര്യങ്ങളൊക്കെ സ്വാധീനിച്ച് കാര്യം നേടുക എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു ക്രക്സ് കിടക്കുന്നത്. SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകളെ കൺസൾട്ടൻ്റാക്കി 17 ശേഷം ജനുവരി 1 മുതലായിരുന്നു നിയമനം. 2017 ജനുവരി 1 മുതൽ. പുറമെ 17, 18, 19 2018-19 സാമ്പത്തിക വർഷങ്ങളിൽ 12 സ്ഥാപനങ്ങളിൽ നിന്നായി എക്സാലോജിക്കിന് 2.1 കോടി രൂപ ലഭിച്ചതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എക്സാലോജിക് കമ്പനി CMRLന് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടെന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അപ്പോൾ വിഷയം, ഒരു സേവനവും കൊടുക്കാതെ എങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഇവർ ഇത് വാങ്ങി? ഇതാണ് ചോദ്യം. ലക്ഷക്കണക്കിന് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ ഇത് ഇങ്ങനെ വന്നു. എക്സാലോജിക് ജീവനക്കാരും CMRL IT മേധാവിയും വീണ വിജയൻ എന്നിവർക്ക് ഇത് സാധൂകരിച്ച് മൊഴി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടന്ന പരിശോധനയിൽ 1,72,00,000 രൂപ വീണയ്ക്ക് നൽകിയതെന്നായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ
ആദായ നികുതി റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക് അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. IT സേവനങ്ങൾക്കെന്ന പേരിൽ 2.78 കോടി രൂപയാണ് CMRL നിന്ന് എക്സാലോജിക്കിന് നൽകിയിരിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് എക്സാലോജിക് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യലിൽ നിന്ന് വാങ്ങിയ വായ്പ തിരിച്ചടച്ചിട്ടുണ്ടെന്നും പറയുന്നു. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം വീണയ്ക്കെതിരെ SFIO കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കുറ്റപത്രം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികൾക്ക് സമൻസ് നൽകിയ ശേഷം മാത്രമേ കുറ്റപത്രം അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന CMRLന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേസ് ജൂലൈ 7 വീണ്ടും പരിഗണിക്കും. SFIOയുടെ അന്വേഷണ പരിധിയിലുള്ള കമ്പനി നിയമത്തിലെ ക്രമക്കേടുമായതിനാൽ അഴിമതിയും കള്ളമടമിടപാടും ധാതുമിനറൽ കൊള്ളയും അന്വേഷിക്കാൻ ED, ആണവോർജ്ജ വകുപ്പ്, CBI എന്നിവരോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതാവ് ഷോൺ ജോർജിന്റെ കേരള ഹൈക്കോടതിയിൽ മറ്റൊരു കേസും നിലവിലുണ്ട്. എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ED അന്വേഷണം. ഈ കേസിന്റെ തുടക്കത്തിൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നെങ്കിലും CMRLന്റെ ഹർജിയിൽ സ്റ്റേ ചെയ്തിരുന്നു. SFOA കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം വരവ്. ഇതിനെതിരെ CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇന്നലെ വലിയ രീതിയിൽ ഇതിനകത്ത് ഇടപെടാൻ EDക്ക് കഴിഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഒരു നാൾ വഴി. വളരെ രസകരമാണ്, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കഥ വളരെ സിമ്പിളാണ്. അതായത് CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് വളരെ കൃത്യമായി എന്ത് ചെയ്തു, പിന്നെ പൈസ വാങ്ങി, കമ്പനിയിൽ നിന്ന് പൈസ അവർ വാങ്ങി. പക്ഷെ ആ വാങ്ങിയ പൈസ 50 ലക്ഷം രൂപ വായ്പ വാങ്ങുന്നു, 5 ലക്ഷം രൂപയ്ക്ക് കൺസൾട്ടൻ്റ് ആവുന്നു, അല്ലാതെ 3 കോടി രൂപ 2 കോടി 7-8 കോടി രൂപ മേടിച്ചിട്ടുണ്ട്. അതിനൊരു സേവനം കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതെന്തിനാണ് മേടിച്ചത്? എന്താണ് കർത്തയുടെ ഇൻറ്റൻഷൻ? എന്താണ് ഇങ്ങനെ ധാരാളം പണം വീണ വിജയൻ കൊടുക്കുന്നതിൻ്റെ കർത്തയുടെ ഇൻറ്റൻഷൻ എന്താണ്? അങ്ങനെ ചെയ്യപ്പോൾ കർത്തയ്ക്ക് ഗവൺമെൻറ്റിൽ നിന്ന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് സ്വന്തം അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വീണ വിജയൻ വല്ലതും സാധിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഈ കേസിൽ വളരെ പ്രധാനമാണ്.